ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാ നന്ദിനിയടുത്ത് ഇപ്പൊ കാണിക്കുന്നത്. നിർത്തടി. എവിടുന്ന് പഠിച്ചു നീ ഇത്തരം വൃത്തികേടുകൾ പറയാനായിട്ട്? മോളെ വാ വന്നേ വാ അമ്മേ. എടുത്തി എല്ലാരും ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടേ. ഏട്ടത്തി ഒന്ന് വിളമ്പി കൊടുക്ക്. മാലതി വിളമ്പി കൊടുത്താ മതി. അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മ ഒന്ന് ആഹാരം വിളമ്പി കൊടുക്ക്. അല്ലെങ്കിൽ ചേച്ചി കൂടി ഇരുന്നോ, ഞാൻ വിളമ്പി തരാം. വേണ്ട, ഞാൻ വിളമ്പിക്കോളാം. കുഞ്ഞെവിടെ മോളെ? ആ ഉറങ്ങി. മോളിരിക്കെ ശല്ലേ. അമ്മേ ഇന്ന് മീനാക്ഷി സ്പെഷ്യൽ ഒന്നുമില്ലേ? ആ മീനാക്ഷി സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട ആള് ദാ നിൽക്കുന്നു, നന്ദിനിടത്തി. നന്ദിനിടത്തേക്കാണെങ്കിൽ ഒന്നിനോട് ഒരു താല്പര്യമില്ല. ആശുപത്രിന്ന് വന്നപ്പോ മുതല് ഞാൻ നന്ദിനെ ശ്രദ്ധിക്ക. ഇവക്ക് വല്ലാത്തൊരു ക്ഷീണം. എന്തു പറ്റി മോളെ? ഒന്നുമില്ല അമ്മ. മാലതി അതിങ്ങത്താ. ശരി ശരി ഓക്കെ. ആ എടാ നീ ഇതെവിടെയായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് ഹോം നേഴ്സ് വിളിക്കായിരുന്നു അമ്മേ. കാർത്തിക് സുഖമായിട്ടിരിക്കുന്നു. നമ്മളാരെങ്കിലും അങ്ങോട്ട് പോണോടാ? നമ്മുടെ ആരുടെ ആവശ്യം ഇപ്പൊ അവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അവനെ കാണാൻ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോവാമല്ലോ. ഞാൻ നാളെ പോവാം. പോയിക്കോട്ടെ മുത്തശ്ശി. ഇത് എന്തു ചോദ്യാ മോളെ? മോക്ക് പൊയ്ക്കൂടെ? ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിപ്പോ ഓടി വന്നത്. അപ്പോഴാ ആ ഹോം നേഴ്സിന്റെ ഫോൺ വന്നത്. എന്താ മോനെ? അമ്മേ, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാ. അയാളുടെ ഒരു സംശയമാ. കാളഹസ്തി വെച്ച് നമ്മുടെ അച്ഛനെ കണ്ടെന്ന്. ഈ കാളഹസ്തി എവിടെയാ? അത് കാളഹസ്തി എന്നും കാലഹസ്തി എന്നും പറയും. ശിവക്ഷേത്രമാ, തെലങ്കാന ബോർഡല്ല. എന്നാലും എന്നെ ഫോൺ ചെയ്യാൻ പോലും കൈമളേട്ട മറന്നു കളഞ്ഞല്ലോ. അമ്മ ഇങ്ങനെ വിഷമിക്കാതമ്മേ. ഇതാർക്കും ഉണ്ടാവാത്ത കാര്യമൊന്നും അല്ലല്ലോ. ദൈവമേ, ആ സാവിത്രി മാലതി ഇതറിഞ്ഞ എന്തായിരിക്കും ഇവിടുത്തെ ബഹളം? എന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്റെ ഈശ്വര, എന്താ അമ്മ ഇത്? ഇതൊരു വലിയ തെറ്റാണെന്ന് ചിന്തിക്കുമ്പോഴാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എനിക്ക് അമ്മയോട് പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാ അമ്മയും അച്ഛനും. എന്താ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കൂടെ? അല്ല മോളെ, എന്റെ ഏജ്. എന്റെ ഏജ്? അമ്മയ്ക്കും ഏജ് ഓവറായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? അമ്മ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. ഇതമ്മ പോസിറ്റീവായി കാണും, നെഗറ്റീവായിട്ട് കാണാതെ. മനസ്സിലൊരു ബോംബ് സൂക്ഷിക്കും പോലെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡേഞ്ചറാ. അമ്മേ,
നമുക്കിത് എത്രയും പെട്ടെന്ന് മുത്തശ്ശി അറിയിക്കണം. അയ്യോ വേണ്ട മോളെ. വേണം. കണ്ണുകള് മൈക്രോസ്കോപ്പാക്കി നടക്കുന്നവരാ അമ്മായിയും മാലതി ചെറിയമ്മയും. അവരിത് മണത്തറിഞ്ഞ നാറ്റിക്കും. അതിനു മുൻപ് മുത്തശ്ശിയോട് നമുക്കിത് പറയാം. മോളെ വേണ്ടടാ. ഒന്നും പേടിക്കണ്ട അമ്മേ. ഒളിച്ചു വെക്കുന്തോറും അപകടം കൂടും. മുത്തശ്ശിയോട് പറയുന്നത് തന്നെയാ നല്ലത്. എന്റെ മോളെ. അമ്മ പേടിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. വാ, ഞാനല്ലേ പറയുന്നത്. വാ വാ. അമ്മ കഴിക്കുന്നില്ലേ? അവര് കൂടി വരട്ടെ. അതല്ലേ മാലതി അതിന്റെ ശരി. എടി എന്നെ പേടിച്ചിട്ട് തല കുലുക്കണ്ട. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. ജഗദീശേട്ടൻ പറഞ്ഞത് ശരിയാ. വാ അമ്മേ, വാ. ഹേയ്, എടതി വെള്ളം വേണ്ട. വാ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ. അത് മതി മോളെ, നീ അവിടെ പോയിരിക്കെ. ഇരിക്കേ. ചെല്ലേ മാലതി, വിളമ്പിക്കൊടുക്ക. ആരോ ഒരാള് ഇവിടെ അബോർഷന് ശ്രമിക്കുന്നുണ്ട്. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാ നന്ദിനിയടത്ത് ഇപ്പൊ കാണിക്കുന്നത്. നിർത്തടി. എവിടുന്ന് പഠിച്ചു നീ ഇത്തരം വൃത്തികേടുകൾ പറയാനായിട്ട്? ആരോട് എന്ത് സംസാരിക്കണോന്ന് നിനക്കറിയില്ലേ മോളെ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ അമ്മേ. അത്രയ്ക്ക് നിലവാരമില്ലാത്ത തമാശയൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഞങ്ങളാരും അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല.